രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഉമ്മൻചാണ്ടി എന്ന പേരിനൊപ്പം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ചേർത്ത് വെക്കുന്ന പേരാണ് രമേശ് ചെന്നിത്തലയുടേത്. നമുക്ക് തൽക്കാലം രാഷ്ട്രീയം അങ്ങ് മാറ്റിവെക്കാം. രാഷ്ട്രീയത്തിനപ്പുറം എന്താണ് രമേശ് ചെന്നിത്തല? ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒട്ടനവധി മനുഷ്യർക്ക് താങ്ങാവുന്ന ഒരു രമേശ് ചെന്നിത്തലയുണ്ട്. ഒരുപക്ഷെ പത്രങ്ങളിലോ വാർത്തകളിലോ നമ്മൾ ആരും അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു രമേശ് ചെന്നിത്തല. മാതാപിതാക്കളുടെ ആത്മഹത്യയെ തുടർന്ന് അനാഥരായ 3 കുട്ടികൾക്ക് വീട് വെക്കാനായി സഹായം ചോദിച്ച് ഷാലു പേയാട് എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്ത വീഡിയോയിൽ രമേശ് ചെന്നിത്തലയുടെ പത്നി അനിത ചെന്നിത്തല കമന്റ് ചെയ്തതും ശേഷം ആ കുട്ടികൾക്ക് രമേശ് ചെന്നിത്തലയുടെ സഹായത്തോടുകൂടെ ഷാലു പേയാടും സുഹൃത്തുക്കളും വീട് വെച്ച് നൽകിയത് കഴിഞ്ഞ മാസമായിരുന്നു. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒട്ടേറെ സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. കേവലം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ നാം കേൾക്കാത്ത സ്നേഹത്തിന്റെ കഥകൾ കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തന്നെ വേദനിക്കുന്ന ഒരു മനുഷ്യനെ ചേർത്ത് നിർത്തുന്നതിനേക്കാൾ മഹത്കരമായ മറ്റൊരു രാഷ്ട്രീയവുമില്ലല്ലോ. കഴിഞ്ഞൊരു പതിറ്റാണ്ടിൽ അധികമായിട്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിവരുന്ന പദ്ധതിയാണ് ഗാന്ധി ഗ്രാം എന്നത്. സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരെ മുന്നിലേക്ക് കൊണ്ടുവരാനും അവർക്ക് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കാനുമായി വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും 2012 മുതൽ ഇങ്ങോട്ട് ഗാന്ധി ഗ്രാമം എന്ന ആശയത്തിന് കീഴിൽ നടപ്പിലാക്കി പോരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലെ ആതിരപ്പള്ളി തവള കുറിപ്പാള കോളനിയിൽ ഈ പദ്ധതിയുടെ ഭാഗമായി ICL പിൻകോർപ്പുമായിട്ട് ചേർന്ന് ഭവന പദ്ധതി നടപ്പിലാക്കിയിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ പൊതുസമൂഹവും മാധ്യമങ്ങളും വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത മനുഷ്യരിലേക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഗാന്ധി ഗ്രാമം പദ്ധതിയിലൂടെ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തന്റെ നിയോജക മണ്ഡലമായ ഹരിപ്പാട് സബർമതി എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്കായിട്ട് ഒരു വിദ്യാലയം രമേശ് ചെന്നിത്തല സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ 90-നടുത്ത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സബർമതി സ്കൂള് രാഷ്ട്രീയ കേരളത്തിന് ആകെ മാതൃകയാണ്. രാഷ്ട്രീയം എന്നത് കേവലം അധികാരം മാത്രമായിട്ട് ഒതുങ്ങുന്ന കാലത്ത് ചുറ്റുമുള്ള മനുഷ്യരെ പരിഗണിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ സമീപനം പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് മാതൃകയാക്കാൻ കഴിയുന്നത് കൂടിയാണ്. കേരളത്തിലെ യുവാക്കൾ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ബോധവൽക്കരണവുമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും ലഹരികൾക്കെതിരെ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിലെ എതിർചേരിയിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും അഭിനന്ദിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാവും ലഹരിക്കെതിരെ പ്രതിപക്ഷത്തെ ഒരു മുതിർന്ന നേതാവ് ഭരണപക്ഷത്തെക്കാൾ മികച്ച രീതിയിൽ സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. രാഷ്ട്രീയപരമായി രമേശ് ചെന്നിത്തലയുടെ വിയോജിപ്പുകൾ നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കും. എന്നാൽ ചുറ്റുമുള്ള മനുഷ്യരുടെ നന്മകൾക്ക് വേണ്ടി നല്ലൊരു സമൂഹത്തെ വിഭാവനം ചെയ്യാൻ വേണ്ടി രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള പ്രവൃത്തികളും ഇത്തരം ഇടപെടലുകളും രാഷ്ട്രീയ ഭേദമന്യേ നാം അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിന് മാതൃകയാക്കുവാൻ കഴിയുന്ന സ്നേഹത്തിലും സാമൂഹിക സുരക്ഷയിലും ദീർഘവീക്ഷണത്തിലും അടിസ്ഥാനപ്പെടുത്തി നടപ്പിലാക്കപ്പെടുന്ന ഇത്തരം പദ്ധതികളാണ് ഒരു വികസിത കേരളം രൂപപ്പെടുത്തുവാനായി നമ്മളെ സഹായിക്കുക.